പുതിയ ലക്ഷ്യതും. സോ അപ്പോൾ നമ്മളിന്നൊരു ഇവിടെ ഒരു വലിയ സ്റ്റാച്ചു സെറ്റ് ചെയ്യാൻ പോകണം. വേറൊന്നുമല്ല, വെൽക്കം ടു ഡെറിയിലെ പ്രമാണിച്ച് നമ്മളിന്നൊരു വലിയ അതിൻ്റെ ഒരു സ്റ്റാച്ചു ചെയ്യാൻ നോക്കിയാണ്. എനിക്ക് പറഞ്ഞ രീതിയിൽ പരമാവധി ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് എന്തായാലും ഇവിടെ ആയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ മറ്റേ ഡാൻസിങ് രീതിയിലുള്ള സംഭവമാണ്. അപ്പോൾ അതിൽ പറഞ്ഞ രീതി നമ്മൾ ആവശ്യമുള്ള സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്കൊരു റെപ്ലിക്ക വേണം. റെപ്ലിക്ക നോക്കട്ടെ. ഓക്കെ, നമുക്കപ്പോൾ കാല് വെച്ച് തുടങ്ങേണ്ടത് റെഡുമാണ്. ഏകദേശം 1 2 3 4 വന്ന് ഇവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് വന്നതാ ഇങ്ങനെ സെറ്റായി വന്ന് പോണതാണ് നമ്മളെ കാല്. നമുക്ക് പെർഫെക്റ്റ് അല്ല, ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, നമുക്ക് പറഞ്ഞ രീതി നമുക്ക് ചെയ്തിട്ട് കാണിക്കാം. ഒരു കാലിൻ്റെയൊക്കെ ഭാഗം ചെയ്തിട്ട് കാണിക്കാം. ബേസ് കാല് വന്നത് ഇങ്ങനെയാണ്, നമുക്ക് ഇങ്ങനെ പറ്റുള്ളൂ. നമുക്കൊരു രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്താൽ സംഭവം നടക്കുകയുള്ളൂ. നമുക്കിത് 4x4 ആക്കാം. 4x4 ആക്കി ചെയ്യണതാണ് നല്ലത് കേസ്. ഓക്കെ, വെയിറ്റ് കേസ്. ഇപ്പോൾ നമ്മുടെ ലെഗ് ഇതാ ഇത്രയും വന്നിട്ടുണ്ട്. ഇതായിരിക്കും നമ്മുടെ ലെഗ്. ഓക്കെ, ഇതാണ് നമ്മുടെ ലെഗ് വന്നിട്ട് ഒരുമാതിരി ഇരിപ്പുണ്ട്, എനിക്ക് കണ്ടിട്ട് മനസ്സിലായി. ഓക്കെ, നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ മാറ്റി കളയാം. ഓക്കെ, ഓക്കെ, ഇവിടെ ഇത് ഒന്ന് മൈനസ് വയ്ക്കാം. ഓക്കെ, അയ്യോ, അപ്പോൾ ഇതാണ് നമ്മുടെ ലെഗ് വന്നിട്ട്. ഇനി നമുക്കിതിൻ്റെ സംഭവം സെറ്റ് ചെയ്യണം. ആ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ലെഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലെഗ് വന്നിട്ടുള്ളത്. ഒരുമാതിരി 7 പോലെ ഉണ്ട്. 6 7 അല്ല 7 അല്ല 7 അല്ല ഗൈസ്. ഇത് പെന്നി വയസ്സ് പന്നിക്കായിരുന്നു വയസ്സ്. ഗൈസ്, ഞാൻ പെന്നി വയസ്സ് ചെയ്തത് പന്നിക്കായിരുന്നു വയസ്സ്. ഇതൊക്കെ എന്തിരുത് ഉണങ്ങി ചത്തടയത് കൊള്ളൂല. ഗൈസ്, ഞാനൊരു കാര്യം പറയാം. ഇത് പെന്നി വയസ്സല്ല, ഇതാണ് പന്നിക്ക് പറഞ്ഞ വയസ്സ്. പന്നി വയസ്സ് അത് മതി. ബിൽസ് കാർഡ്, ഇഫ് യു ആർ സീയിങ് ദിസ് ഐ എം സോ സോറി. ഇപ്പോൾ വന്ന് വേറെ എന്താ വെച്ചാൽ കൊള്ളാല്ലേ, ഇത് ഉണങ്ങിപ്പോയി. അപ്പോൾ ആ ഒന്നും കഴിച്ചു കൈയൊന്നും ഫോം ആയില്ലേ, കഴിച്ചില്ല ഐസ്, അതുകൊണ്ടാണ്. ബൈ.